നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോൺഗ്രസും SDPIയുമായുള്ള ബന്ധത്തെ കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPI കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് കർണാടക രാമനഗരത്തിലെ റോഡ് ഷോയിൽ അമിത് ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. ഒരു ഭാഗത്ത് ബംഗളൂരുവിൽ സ്ഫോടനങ്ങൾ, മറുഭാഗത്ത് കേരളത്തിൽ SDPI കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു. ഇത് ശരിയെങ്കിൽ കോൺഗ്രസ് സർക്കാരിന് കീഴിൽ കർണാടകയിലെ ജനങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും? അദ്ദേഹം ചോദിക്കുന്നു. SDPI കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഇത്തരം വർഗീയ ശക്തികളുടെ ആനുകൂല്യത്തോടെയാണ് കോൺഗ്രസ് രാജ്യവിരുദ്ധ പ്രചരണങ്ങൾ നടത്തുന്നത്. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ എന്നാണ് SDPI പിന്തുണ സ്വീകരിച്ചതിലൂടെ തെളിയുന്നതും. തങ്ങൾ സഖ്യമുണ്ടാക്കിയില്ലെന്നും അങ്ങോട്ട് ചെന്ന് പിന്തുണ തേടിയിട്ടില്ലെന്നും എന്നാൽ അവരുടെ വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഈ ബന്ധം ഒളിപ്പിക്കാനും വിവാദമാക്കാതിരിക്കാനുമാണ് UDFന്റെ പ്രത്യേകിച്ച് ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രതികരിക്കാതെ വാർത്ത നൽകാതെ ഒതുക്കിയത്. ചാനൽ ചർച്ചകളും ഉണ്ടായില്ല. ഇത് മുക്കാൻ ശ്രമിക്കുമ്പോഴാണ് രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള കോൺഗ്രസ് ബന്ധം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഉയർത്തിക്കാട്ടിയത്. ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. പ്രസംഗത്തിന്റെ വീഡിയോ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ഉൾപ്പെടെ SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്ന കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP രംഗത്ത് വന്നു. വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണ് BJPയുടെ നീക്കം. SDPIയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ രാഹുലും കോൺഗ്രസ് ദേശീയ നേതൃത്വവും നിലപാട് വ്യക്തമാക്കണമെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് ധാവ്ഡെ അഭിപ്രായപ്പെട്ടു. ഭീകരതയോടുള്ള കോൺഗ്രസിന്റെ സ്നേഹം തുടരുകയാണ്. രാഹുൽ കർണാടകയിൽ തുറന്നെന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ കടയുടെ ഉൽപ്പന്നമാണോ ഇതെന്ന് വ്യക്തമാക്കണം. നിരോധിത സംഘടനയായ PFIയുടെ രാഷ്ട്രീയ മുഖമാണ് SDPI എന്നും അദ്ദേഹം ആരോപിച്ചു. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി കേരള നിയമസഭ പ്രമേയം പാസാക്കിയതും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.